ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കപ്പയും വൻപയറും വെച്ചിട്ട് ഒരു എരിശ്ശേരിയാണ് കേട്ടോ. നമുക്ക് കഞ്ഞീരെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു എരിശ്ശേരി. കഞ്ഞീരെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അതിനായിട്ട് തലേ ദിവസമേ തന്നെ ഞാൻ വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴുകി ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും പിന്നെ നമുക്ക് ഈ പയറൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് കപ്പയും ഇതുപോലെ ഒരു ചെറിയ കപ്പയാണ് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച്, ഒരുപാട് ചെറുതാക്കിയിട്ടില്ല എന്നാൽ ഒരുപാട് വലുതായിട്ടുമല്ല, ഈ ഒരു പരുവത്തിൽ മുറിച്ച് അതും കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്കിട്ട് അതിലും കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കപ്പ വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയും കൂടെ വേണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതവിടെ ഇരുന്നോട്ടെ. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു അരപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാനൊരു 3-4 5 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 3 മതിയാവും കേട്ടോ. പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പച്ചമുളക് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ കാന്താരി മുളകോ ഇതുപോലെ ഉണ്ടമുളകോ ഏത് മുളകായാലും മതി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തപ്പോഴാണ് ആലോചിച്ചത് ഇതിലൊരു സാധനം ഇടാൻ മറന്നുപോയി. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മറന്നുപോയതാണ്, നിങ്ങൾ മറക്കണ്ട. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇനി അതവിടെ ഇരുന്നോട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ പയർ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ കിഴങ്ങ് വെള്ളം ഊറ്റി നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഈ പയറിലേക്ക് നമുക്ക് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന നമ്മളെ കപ്പ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിത് കപ്പയും വൻപയറും ഒക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു തണ്ട് കറിവേപ്പില ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക മണവും രുചിയൊക്കെ ഉണ്ടാകും. നല്ല നമ്മളിങ്ങനെ മുറിച്ചിടുമ്പോൾ അതിൻ്റെ ആ മണം എല്ലാം അതിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതാണ്ട് ഈ അരപ്പിൻ്റെ ഈ ഒരു പച്ച മണം ഉണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് ചൂടാക്കിയാൽ മതി. അധികം നേരമൊന്നും നീട്ടേക്കേണ്ട. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഇനി ഒരു താളിപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്കിനി ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കണം. അപ്പം നമ്മുടെ എരിശ്ശേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പിൻ്റെ ആവശ്യം കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുക് പൊട്ടുന്ന സമയം നമുക്കെന്താ, ഞാൻ ഇതിൽ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും 1 ടേബിൾ സ്പൂണോളം വരുന്ന ചിരകിയ തേങ്ങയും ഇതിലേക്ക് ഇട്ടത് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഞാനത് ഇളക്കി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് മുറിച്ചതും വീണ്ടും ഒരു തണ്ട് കറിവേപ്പില കൂടി, അതായത് നമ്മൾ നേരത്തെ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ താളിപ്പിലും കൂടെ നമുക്ക് കറിവേപ്പില ഇടാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെയും കപ്പയും വൻപയറും വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലേ, ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.